ഒരു പ്രാവശ്യം ഈ കറി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഈ കറി റെഡിയാക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ള കറിയാണ്. അതായത് നമ്മുടെ പച്ച ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു നല്ലൊരു ഒഴിച്ചുകറിയാണ്. ആദ്യം തന്നെ 1/2 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 1/2 കപ്പ് ചെറുപയറിന് 2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള, എരിവിനായിട്ട് 2 പച്ചമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അടുപ്പിച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. ഞാനിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 4 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാനുള്ള എല്ലാം റെഡിയാക്കാം. അപ്പോൾ എടുക്കുന്നത് ചെറിയൊരു തേങ്ങയുടെ പകുതിയാണ്. അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ എരിവിനായിട്ടൊരു 4 പച്ചമുളക്, അത് നമ്മുടെ എരിവിന് വേണ്ടത്ര എടുക്കണം. 3 അല്ലെങ്കിൽ 4 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിനേക്കാളൊരൽപ്പം കൂടുതൽ ജീരകവും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. പുളിശ്ശേരിക്ക് അരയ്ക്കുന്ന പോലെ ഒത്തിരി അരഞ്ഞു പോകണ്ട. കുക്കറിൽ പ്രഷറൊക്കെ പോയതിന് ശേഷം അത് തുറന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ ഉടച്ച് കഴിയുമ്പോൾ ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗം നമുക്ക് ആ കുക്കറിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ട് ഒന്ന് അമുക്കി കൊടുത്തിട്ട് ഉടച്ചെടുക്കാം. ഇനി അരച്ച് വെച്ച അരപ്പും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർത്താണ് ഞാനിത് അരച്ചിരിക്കുന്നത്. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഉപ്പ് കുറഞ്ഞു പോയാൽ ഇതിനൊരു സ്വാദ് തോന്നില്ല. ആ കറക്റ്റ് ഉപ്പും കൂടെ വേണം. അപ്പോൾ ഇത്തിരി ടേസ്റ്റ് കുറവാണെന്ന് തോന്നിയാൽ ഉപ്പ് ഒരല്പം ചേർത്തിട്ട് അത് കറക്റ്റാക്കണം. എന്ന് വെച്ചാൽ ഉപ്പ് കൂടുകയും ചെയ്യരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് തിളച്ചു തുടങ്ങുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക്, ഉണക്കമുളക്, കറിവേപ്പില, ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറ് കറി റെഡിയായി. കൂടെ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ കറി, പിന്നെ ക്യാബേജ് തോരനും പപ്പടം. ഇങ്ങനെയാണ് ഞാനിവിടെ ഊണിൻ്റെ കൂടെ വിളമ്പുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.